ഉപവാസം തിരുവെഴുത്തുകളിൽ ആഴത്തിൽ വേരൂന്നിയ ഒരു ആത്മീയ ശിക്ഷണമാണ്. അത് ഭക്ഷണം കഴിക്കാതിരിക്കുക മാത്രമല്ല, ദൈവമുമ്പാകെ സ്വയം താഴ്ത്തുകയും അവന്റെ മുഖം അന്വേഷിക്കുകയും അവനോട് അടുക്കുകയും ചെയ്യുന്ന ഒരു പവിത്രമായ സമയമാണ്. ഓരോ വിശ്വാസിക്കും ഉപവാസം എന്തുകൊണ്ട് പ്രധാനമാണെന്ന് വെളിപ്പെടുത്തുന്ന നിരവധി ഉദാഹരണങ്ങളും പഠിപ്പിക്കലുകളും ദൈവവചനം നമുക്ക് നൽകുന്നു. നീ ഉപവസിക്കുകയാണെങ്കിൽ എന്നല്ല, മറിച്ച് നിങ്ങൾ ഉപവസിക്കുമ്പോൾ എന്നാണ് യേശു പറഞ്ഞത്. അത് വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് കരുതിയാണ്. ഉപവാസം എളിമയുടെ ഒരു പ്രവൃത്തിയാണ്, ദൈവത്തിലുള്ള ആശ്രയത്വമാണ്. കർത്താവേ, എനിക്ക് ഭക്ഷണത്തേക്കാൾ നിന്നെ ആവശ്യമുണ്ട് എന്ന് പറയുന്നതിനുള്ള ഒരു മാർഗമാണിത്. തിരുവെഴുത്തിലുടനീളം ദൈവജനം അവന്റെ മാർഗനിർദ്ദേശവും ഇടപെടലും തേടാൻ ഉപവസിച്ചു. നാം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നാം ജഡത്തെ നിശബ്ദമാക്കുകയും ആത്മാവിലേക്ക് ട്യൂൺ ചെയ്യുകയും ചെയ്യുന്നു. ഇത് ദൈവഹിതം കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. ഉപവാസം ദൈവം തന്റെ ജനത്തിന് നൽകുന്ന ഒരു സമ്മാനമാണ്. അത് ആത്മാവിനെ പുതുക്കുകയും ആത്മാവിനെ മൂർച്ച കൂട്ടുകയും പിതാവുമായുള്ള നമ്മുടെ കൂട്ടായ്മയെ ആഴത്തിലാക്കുകയും ചെയ്യുന്നു. ഇത് മതപരമായ പ്രകടനത്തെക്കുറിച്ചല്ല, മറിച്ച് ബന്ധത്തെയും ആശ്രയത്വത്തെയും കുറിച്ചാണ്. ഉപവാസത്തിൽ ദൈവം നമ്മുടെ ഓഹരിയും നമ്മുടെ പരിപാലകനും നമ്മുടെ ഏറ്റവും ഉയർന്ന നിധിയുമാണെന്ന് നാം പ്രഖ്യാപിക്കുന്നു.